ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ 73 പുസ്തകങ്ങളിലെയും ഓരോ പുസ്തകങ്ങളെയും ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപയുക്തമാക്കാൻ നാം ഓരോരുത്തരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. എസ്തേർ എന്ന പുസ്തകം നമ്മൾ ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എസ്തേർ എന്ന പുസ്തകത്തിൻ്റെ വളരെ സംഭവബഹുലമായ ചില കഥകളിലൂടെ നമ്മൾ ഇതിനകം കടന്നുപോയി കഴിഞ്ഞു. ഈ പുസ്തകത്തിൻ്റെ പ്രധാന വിഷയം കൂട്ടക്കൊലയ്ക്ക് വിധിക്കപ്പെട്ട ഒരു ജനത്തിൻ്റെ ദുരവസ്ഥയും ആ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഇടപെടുമ്പോൾ ദൈവം ഉപകരണമാക്കി തീർക്കുന്ന ചില വ്യക്തികളുടെ നിർണായകമായ ഇടപെടലുകളുമാണ്. ഒരു ഭാഗത്ത് ഹാമാൻ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ പേർഷ്യൻ രാജാവിൻ്റെ രാജകീയ മുദ്രയോടുകൂടി ഒരു രാജശാസനം ഇതിനകം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ രാജശാസനത്തിൻ്റെ ഉള്ളടക്കം ഇതാണ്: യഹൂദർ മുഴുവൻ കൊല്ലപ്പെടണം, കുട്ടികളും സ്ത്രീകളും വൃദ്ധരും ഉൾപ്പെടെ പേർഷ്യൻ സാമ്രാജ്യത്തിൽ എങ്ങും വസിക്കുന്ന മുഴുവൻ യഹൂദരും കൊല്ലപ്പെടണം. ഇതാണ് രാജശാസനത്തിൻ്റെ ഉള്ളടക്കം. പക്ഷേ ദൈവം ജനത്തിൻ്റെ ചരിത്രത്തിൽ ഇടപെടുന്ന സമയത്ത് ഈ രാജശാസനം എഴുതിയുണ്ടാക്കി പ്രസിദ്ധപ്പെടുത്തിയ ഹാമാൻ എത്രമാത്രം ദുഷ്ടനായിരുന്നുവെന്നും തന്നെ എപ്രകാരമാണ് അവൻ വഞ്ചിച്ചതെന്നും തെറ്റിദ്ധരിപ്പിച്ചതെന്നും ഇപ്പോൾ രാജാവിന് ബോധ്യമായിട്ടുണ്ട് താനും. ഹാമാനെ ഇതിനകം അവൻ മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന കഴുമരത്തിൽ കയറ്റി അവനെ വധിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം ഇതാണ്: ഇനി എന്ത്? യഹൂദരുടെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കുക? ഇതിനകം രാജ്യമെങ്ങും പ്രസിദ്ധപ്പെടുത്തിയ രാജശാസനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൊല്ലപ്പെടുമോ, അതോ ആ രാജശാസനം തിരുത്തി എഴുതപ്പെടുമോ? ഇതാണ് വായനക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കുന്നത് 8-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്താണ്. 8-ാം അധ്യായത്തിനൊരു പ്രത്യേകതയുണ്ട്. 8-ാം അധ്യായത്തിന് 2 ഭാഗങ്ങളാണ്. 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇതിൻ്റെ ആദ്യ ഭാഗം എന്ന് നമുക്ക് പറയാം. 8-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗം 13 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ്. പക്ഷേ 8-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തിനും 2-ാം ഭാഗത്തിനും ഇടയിൽ മറ്റൊരു അധ്യായം, തീർച്ചയായും ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട മറ്റൊരു അധ്യായം കൂടി ചേർത്തിട്ടുണ്ട്. അത് 16-ാം അധ്യായമായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ആ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് 8-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം, അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് യഹൂദരെ ബഹുമാനിതരും കൂടുതൽ സുരക്ഷിതരുമാവുന്നതാണ്. പക്ഷേ അത് എപ്രകാരമാണ് നടക്കുന്നത് അതിനെ സംബന്ധിച്ച് നമുക്കൊന്ന് ഈ അധ്യായത്തിൻ്റെ ഘടന മനസ്സിലാക്കിയിട്ട് മുൻപോട്ട് പോകാം. 8-ാം അധ്യായത്തിൻ്റെ 1-2 തിരുവചനങ്ങൾ മൊർദെഖായിയുടെ സ്ഥാനാരോഹണത്തെക്കുറിച്ച് വിവരിക്കുന്നു. 8-ാം അധ്യായത്തിൻ്റെ 3-6 തിരുവചനങ്ങൾ
എസ്തേർ രാജ്ഞി വീണ്ടും രാജാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു യാചന വ്യക്തമാക്കുന്നു. 8-ാം അധ്യായത്തിൻ്റെ 7-8 തിരുവചനങ്ങൾ എസ്തേറിൻ്റെ യാചന രാജാവ് എപ്രകാരമാണ് സ്വീകരിക്കുന്നത് എന്ന് കാണുന്നു. 8-ാം അധ്യായത്തിൻ്റെ 9-10 തിരുവചനങ്ങളിൽ പുതിയ ഒരു രാജശാസനം തയ്യാറാക്കപ്പെടുന്നതിൻ്റെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. 8-ാം അധ്യായത്തിൻ്റെ 11-12 തിരുവചനങ്ങളിൽ യഹൂദർക്ക് അനുകൂലമായ പുതിയ കൽപ്പന പുറപ്പെടുവിക്കുന്നത് നമ്മൾ കാണുന്നു. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യമായി 8-ാം അധ്യായത്തിൻ്റെ 1-2 തിരുവചനങ്ങൾ വായിക്കാം. ഈ സമയം സാധിക്കുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കണം. നമുക്ക് ഒരുമിച്ച് വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. എസ്തേറിൻ്റെ പുസ്തകം 8-ാം അധ്യായം 1-2 തിരുവചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അന്ന് അഹസ്വേരൂസ് രാജാവ് യഹൂദരുടെ ശത്രുവായ ഹാമാൻ്റെ ഭവനം എസ്തേർ രാജ്ഞിക്ക് നൽകി. മൊർദെഖായി രാജസന്നിധിയിലെത്തി. അവൻ തനിക്ക് ആരാണെന്ന് എസ്തേർ പറഞ്ഞിരുന്നു. രാജാവ് ഹാമാനിൽ നിന്നെടുത്ത തൻ്റെ മുദ്രമോതിരം മൊർദെഖായിക്ക് കൊടുത്തു. എസ്തേർ മൊർദെഖായെ ഹാമാൻ്റെ ഭവനം ഏൽപ്പിച്ചു. എസ്തേർ രാജാവിനോട് വീണ്ടും സംസാരിച്ചു. അഹസ്വേരൂസ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം സംഭവബഹുലമായ ഒരു ദിവസമാണ് ഇപ്പോൾ കടന്നുപോയത്. ഉറക്കമില്ലാത്ത ഒരു രാത്രി, തൻ്റെ ജീവൻ രക്ഷിച്ച മൊർദെഖായിക്കുള്ള ആദരം, എസ്തേർ രാജ്ഞിയുമൊത്തുള്ള 2ാമത്തെ വിരുന്ന്, ആ വിരുന്നിന് ഇടയിൽ വെളിപ്പെട്ട ഹാമാൻ്റെ ദുഷ്ടത, ഹാമാനോടുള്ള രാജാവിൻ്റെ കോപം, ഹാമാനുള്ള വധശിക്ഷ എന്നിങ്ങനെ നിരവധി സംഭവങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞു. ഈ സംഭവ പരമ്പരകളുടെ തുടർച്ചയാണ് നമ്മൾ ഈ അധ്യായത്തിലും കാണുന്നത്. ഇതിലാദ്യം രാജാവ് ചെയ്യുന്നൊരു കാര്യം ഹാമാൻ്റെ ഭവനം എസ്തേർ രാജ്ഞിക്ക് നൽകി എന്നാണ്. അന്ന് അഹസ്വേരൂസ് രാജാവ് യഹൂദരുടെ ശത്രുവായ ഹാമാൻ്റെ ഭവനം എസ്തേർ രാജ്ഞിക്ക് നൽകി. ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളുടെ സ്വത്തും സ്വത്തുവകകളും വസ്തുവകകളുമൊക്കെ സർക്കാരിലേക്ക്, ഗവൺമെൻറ്റിലേക്ക്, രാജ്യഭരണത്തിലേക്ക് കണ്ടുകെട്ടുന്ന ഒരു പതിവ് അക്കാലത്തുണ്ടായിരുന്നു. അതിന് പ്രകാരമാണ് ഹാമാൻ്റെ വമ്പിച്ച സ്വത്ത് അത് മുഴുവൻ എസ്തേർ രാജ്ഞിക്കും, അങ്ങനെ എസ്തേർ രാജ്ഞി വഴി മൊർദെഖായിക്കും യഹൂദർക്കും സ്വന്തമാവുകയാണ്. ഈ സമയം മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. എസ്തേർ രാജ്ഞി ഇതിനിടയിൽ രാജാവിനോട് പറഞ്ഞു, മൊർദെഖായും താനും തമ്മിലുള്ള ബന്ധം എന്താണ്? നമുക്കറിയാം, എസ്തേർ ഹദാസ എന്നായിരുന്നു അവളുടെ പേര്. അവളുടെ കുഞ്ഞുനാളിലെ അവളുടെ അപ്പനും അമ്മയും മരിച്ച് അവൾ അനാഥയാക്കപ്പെട്ടപ്പോൾ അവളെ വളർത്തി വലുതാക്കിയത് ഈ മൊർദെഖായിയാണ്. പിതൃതുല്യനാണ്. ഇക്കാര്യമെല്ലാം എസ്തേർ രാജാവിനോട് ഇപ്പോൾ പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല, രാജാവിനറിയാം ഒരിക്കൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നപ്പോൾ തന്നെ കൊല്ലാനായിട്ട് ഷണ്ടന്മാർ തീരുമാനിച്ചപ്പോൾ അവരുടെ ആ ഗൂഢാലോചനയെ പൊളിച്ച് തൻ്റെ ജീവൻ രക്ഷിച്ചവനുമാണ് മൊർദെഖായി. മൊർദെഖായി രാജസന്നിധിയിൽ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. രാജാവിനെ മുഖം കാണിക്കാനും ഉപദേശങ്ങൾ നൽകാനുമുള്ള പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട സമിതിയിൽ അദ്ദേഹം അംഗമാക്കപ്പെടുന്നു. രാജ്ഞി തീർച്ചയായും ഈ ബന്ധം വെളിപ്പെടുത്തിയതുകൊണ്ട് മൊർദെഖായിയുടെ സ്ഥാനം വീണ്ടും കൂടുതൽ ഉയർത്തപ്പെടുന്നു. മാത്രവുമല്ല, രാജാവ് ഹാമാന് നൽകിയിരുന്ന ആ മുദ്രമോതിരം, ഹാമാൻ കയ്യാളിയ അധികാരം, അത് ഇപ്പോൾ മൊർദെഖായിയുടെ കയ്യിലെത്തുകയാണ്. അതായത് ഒരു കാലത്ത് യഹൂദരുടെ ശത്രുവായിരുന്ന ഹാമാൻ അനുഭവിച്ചിരുന്ന എല്ലാ സ്ഥാനമഹിമകളും സമ്പത്തും മുഴുവൻ ഇപ്പോൾ യഹൂദർക്ക് അനുകൂലമായി നൽകപ്പെടുന്നു. നമ്മൾ ഈ വാക്കുകളെല്ലാം വായിക്കുമ്പോൾ, ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ,
ഹാമാൻ്റെ തകർച്ചയെക്കുറിച്ചും ഈ മൊർദെഖായിയുടെ വളർച്ചയെക്കുറിച്ചുമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമാണ്. അതിലെ ചില വാക്കുകളാണ്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 50-52 തിരുവചനങ്ങൾ ഈ സമയം ഓർക്കാം. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ഹാമാൻ, മൊർദെഖായി, എസ്തേർ, യഹൂദ സമൂഹം ഇവരെല്ലാം ഈ വചനങ്ങളുടെ സത്യം ജീവിതത്തിൽ അനുഭവിച്ചവരാണ്. ഇന്നും ഈ ചരിത്രത്തിൻ്റെ തനിയാവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവർ ചിതറിക്കപ്പെടും, നശിപ്പിക്കപ്പെടും. എളിമയുള്ളവരെ ദൈവം ഉയർത്തും. എന്തുകൊണ്ടാണ് ചരിത്രത്തിൽ ദൈവം ശക്തമായ കാര്യങ്ങൾ കൊണ്ട് ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ ഇടപെട്ടത്? എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ ദൈവം സംരക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന് മറ്റു ജനതകളിൽ നിന്നും ഒരു പ്രത്യേക പരിഗണന ലഭിക്കുന്നത്? ഇത് ഇസ്രായേൽ ജനത്തിൻ്റെ എന്തെങ്കിലും മേന്മ കൊണ്ടാണോ? അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള കഴിവ് കൊണ്ടോ മേന്മ കൊണ്ടോ ആണോ ദൈവം അവരോട് ഈ സവിശേഷമായ കരുതലും കരുണയും കാണിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായി ഇസ്രായേൽ ജനത്തിന് നിയമാവർത്തന ഗ്രന്ഥം നൽകുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ വായിക്കുക. അവിടെ കൃത്യമായി എന്തുകൊണ്ടാണ് ഈ പരിഗണന എന്ന് പറയുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ ചെറുതായിരുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശപഥം പാലിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് തൻ്റെ ശക്തമായ കരത്താൽ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതും ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ കയ്യിൽ നിന്ന് അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചതും. സ്നേഹമുള്ളവരെ, ഇത് നമുക്കുമൊരു പാഠമാണ്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും വീഴ്ചകൾ സംഭവിച്ചിട്ടും വലിയ പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോന്നിട്ടുമൊക്കെ ദൈവം എന്നെ താങ്ങിയത്? എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കരങ്ങളുടെ അനുഭവം എനിക്കുണ്ടായത്? എന്തുകൊണ്ടാണ് എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളിൽ ദൈവം എന്നെ സഹായിച്ചത്? എന്തുകൊണ്ടാണ് ദൈവം എന്നെ വഴി നടത്തിയത് ഞാൻ പാപിയായിരുന്നിട്ടും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒന്നു മാത്രമാണ്: കർത്താവ് നിന്നെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റാരെയുംക്കാൾ നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നത് കൊണ്ടോ മേന്മയുണ്ടായിരുന്നത് കൊണ്ടോ ഒന്നുമല്ല, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചു എന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നന്ദിയോടെ നിൽക്കണമെന്ന് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മളിന്നായിരിക്കുന്നത് ഏതവസ്ഥയിലും ആയിക്കൊള്ളട്ടെ, നേടിയെടുത്തതല്ല ഒന്നും, നൽകപ്പെട്ടതാണ്, അനുഗ്രഹമായി നൽകപ്പെട്ടതാണ്. നേടിയെടുത്തതെന്ന് നമ്മൾ അഹങ്കരിക്കുന്നത് പോലും ഒന്ന് ഉണർന്ന് ചിന്തിച്ചാൽ അത് നൽകപ്പെട്ടതാണെന്നും അനുഗ്രഹമായി നൽകപ്പെട്ടതാണെന്നും തിരിച്ചറിയുന്നിടത്താണ് ദൈവാനുഗ്രഹത്തിൻ്റെ വാതിലുകൾ ഇനിയും നമ്മുടെ മേൽ തുറക്കുകയുള്ളൂ. ഇനി ഈ കഥ മുൻപോട്ട് പോകുമ്പോൾ എസ്തേർ രാജ്ഞി വീണ്ടും രാജാവിൻ്റെ മുമ്പിൽ ഒരു യാചനയുമായി വരികയാണ്. നമുക്കറിയാം, എസ്തേർ രാജ്ഞി വളരെ ബുദ്ധിമതിയായ സ്ത്രീയാണ്. അവൾക്ക് കൃത്യമായിട്ടറിയാം ഇപ്പോൾ തന്നെയും മൊർദെഖായിയുമൊക്കെ രാജാവ് ഉയർത്തിയിട്ടുണ്ട്, സമ്മാനങ്ങൾ തന്നിട്ടുണ്ട്, സ്ഥാനമാനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ
ഹാമാൻ രാജാവിൻ്റെ മുദ്രമോതിരം ഉപയോഗിച്ചുകൊണ്ട് രാജനാമത്തിൽ പ്രസിദ്ധം ചെയ്തിട്ടുള്ള ഒരു രാജശാസനമുണ്ട്. യഹൂദരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യണം എന്ന രാജശാസനം. അതിൻ്റെ അവസ്ഥ എന്താണ്? തൻ്റെ ജനത്തിൻ്റെ അവസ്ഥ എന്താണ്? വീണ്ടും ഒരു യാചനയുമായി എസ്തേർ രാജ്ഞി രാജാവിൻ്റെ മുമ്പിലേക്ക് വരുന്നു. നമുക്ക് വായിക്കാം 8-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. അവൾ അവൻ്റെ കാൽക്കൽ വീണ് യഹൂദർക്കെതിരെ അഗാഗ് വംശജനായ ഹാമാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായ വിപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് കണ്ണീരോടെ അപേക്ഷിച്ചു. രാജാവ് സ്വർണ്ണച്ചെങ്കോൽ അവൾക്ക് നേരെ നീട്ടി. എസ്തേർ എഴുന്നേറ്റ് രാജാവിൻ്റെ മുൻപിൽ നിന്നു. അവൾ പറഞ്ഞു, രാജാവിന് ഇഷ്ടമാണെങ്കിൽ, എന്നോട് പ്രീതിയുണ്ടെങ്കിൽ, ശരിയെന്ന് തോന്നുന്നെങ്കിൽ, അങ്ങേക്ക് ഞാൻ പ്രിയപ്പെട്ടവളാണെങ്കിൽ, രാജാവിൻ്റെ സകല പ്രവിശ്യകളിലുമുള്ള യഹൂദരെ നശിപ്പിക്കാൻ വേണ്ടി ഹമ്മേദാഥായുടെ മകനും അഗാഗ് വംശജനുമായ ഹാമാനുണ്ടാക്കിയ എഴുത്തുകൾ പിൻവലിക്കുന്ന ഒരു കൽപ്പന പുറപ്പെടുവിച്ചാലും എങ്ങനെയാണ് ഞാൻ എൻ്റെ ജനത്തിൻ്റെ നാശം കണ്ടിരിക്കുക? ബന്ധുജനങ്ങളുടെ നാശം ഞാൻ എങ്ങനെ സഹിക്കും? ഹമാൻ എന്ന വ്യക്തിയുടെ കത്ത്, രാജശാസനം എസ്തേറിനെ വേട്ടയാടുകയാണ്. എസ്തേർ രാജ്ഞി രാജാവിൻ്റെ കാൽക്കൽ വീഴുന്നു. അതിനുള്ള കാരണം വളരെ വ്യക്തമാണ്. എസ്തേർ രാജ്ഞിയുടെയും മൊർദെഖായിയുടെയും ഒക്കെ ജീവിതം ഇനി സുരക്ഷിതമാണ്. കാരണം അവർക്ക് വലിയ ഉന്നത സ്ഥാനങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. പക്ഷേ പേർഷ്യൻ സാമ്രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുടെയും അവസ്ഥ അങ്ങനെയല്ല. അവർക്കെതിരെയുള്ള രാജശാസനം വലിയ വിശാലമായ പേർഷ്യയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തിയിട്ടുണ്ട്. ഹാമാൻ കൊല്ലപ്പെട്ട വിവരമൊന്നും എല്ലാവരും അറിഞ്ഞിട്ടില്ല. ഈ രാജശാസനം പിൻവലിക്കപ്പെട്ടിട്ടില്ല. ഹാമാൻ എഴുതിയുണ്ടാക്കി രാജകീയ മുദ്ര പതിപ്പിച്ച രാജശാസനം ഇപ്പോഴും നിലനിൽക്കുന്നു. സാധാരണഗതിയിൽ ഒരു രാജശാസനം പിൻവലിക്കുക അസാധ്യമാണ്. അത് പേർഷ്യക്കാരുടെ പ്രത്യേകതയാണ്. പേർഷ്യൻ രാജാവിൻ്റെ പേരിൽ എഴുതിയുണ്ടാക്കി രാജകീയ മുദ്ര പതിപ്പിച്ച ഒരു രാജശാസനം പിൻവലിക്കുക അസാധ്യമാണ്. രാജാവിന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും. കാരണം ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ രാജാവിൻ്റെ രാജ്ഞിയായിരുന്ന വഷ്തി എന്ന രാജ്ഞിയുടെ കാര്യത്തിൽ ഇതുപോലൊരു രാജശാസനം എഴുതപ്പെട്ട ചരിത്രം നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. രാജാവിൻ്റെ മനസ്സ് പിന്നീട് മാറുന്നു. എന്നിട്ടും വഷ്തി രാജ്ഞിക്കെതിരെ എഴുതിയുണ്ടാക്കി രാജകീയ മുദ്ര പതിപ്പിച്ച രാജശാസനം പിൻവലിക്കാൻ സാധിച്ചില്ല. അതിനാൽ യഹൂദരുടെ കൂട്ടക്കൊലയ്ക്ക് സമയം കുറിച്ചിരിക്കുന്ന രാജശാസനം പിൻവലിക്കണം എന്ന് എസ്തേർ യാചിക്കുകയാണ്. രാജ്ഞി രാജാവിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ എൻ്റെ ജനത്തിൻ്റെ നാശം കണ്ടിരിക്കുക? ബന്ധുജനങ്ങളുടെ നാശം ഞാൻ എങ്ങനെ സഹിക്കും? എസ്തേർ രാജ്ഞിയുടെ ഈ വാക്കുകൾ അവളുടെ യഹൂദ ഐഡൻറ്റിറ്റി, അവളുടെ യഹൂദത്വം ഏറ്റുപറയുന്ന വാക്കുകൾ കൂടിയാണ്. ഭയരഹിതമായി ഇതാ ഇപ്പോൾ താൻ ഒരു യഹൂദ വംശജയാണ് എന്നവൾ വ്യക്തമാക്കുന്നു. തൻ്റെ ജനത്തിൻ്റെ വേദന തൻ്റെയും വേദനയാണ്. ഒരുപക്ഷെ മൊർദെഖായി അവളോട് ദൂതൻ മുഖേന ഇതിനു മുൻപ് പറഞ്ഞ ഒരു കാര്യം അവളുടെ ഹൃദയത്തിൽ ഉണ്ടാകാം. മൊർദെഖായി 4-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനത്തിൽ ദൂതൻ മുഖേന മൊർദെഖായി എസ്തേറിനോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ രാജകൊട്ടാരത്തിൽ മറ്റ് യഹൂദരേക്കാൾ അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന് കരുതേണ്ട. ഇപ്പോൾ രാജകൊട്ടാരത്തിലൊക്കെയാണ്, പക്ഷേ യഹൂദരുടെ കൂട്ടക്കൊല എന്നത് നിൻ്റെ തന്നെ ജീവൻ നഷ്ടപ്പെടുന്നത് പോലെയാണ്. എൻ്റെ ജനത്തിൻ്റെ ഈ സഹനം ഞാൻ എങ്ങനെ കണ്ടിരിക്കും? എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ എങ്ങനെ കേട്ടിരിക്കും? അതുകൊണ്ട് നൽകപ്പെട്ട രാജശാസനത്തെ തിരുത്തണം, എന്നത് പിൻവലിക്കണം എന്ന്
രാജ്ഞി രാജാവിനോട് യാചിക്കുകയാണ്. എസ്തേർ രാജ്ഞിയുടെ ഈ യാചനയോട് രാജാവ് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കാം. ഒരർത്ഥത്തിൽ രാജാവ് ഈ യാചന സ്വീകരിക്കുന്നുണ്ട്, എന്നാൽ പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകരിക്കുന്നുമില്ല. നമുക്ക് വചനം വായിച്ചിട്ട് ഞാൻ വിശദീകരിക്കാം. 8-ാം അധ്യായത്തിൻ്റെ 7-8 തിരുവചനങ്ങൾ. അപ്പോൾ അഹസ്വേരോസ് രാജാവ് എസ്തേർ രാജ്ഞിയോടും യഹൂദനായ മൊർദെഖായോടും പറഞ്ഞു, ഇതാ ഹാമാൻ്റെ ഭവനം ഞാൻ എസ്തേറിന് വിട്ടുകൊടുത്തിരിക്കുന്നു. യഹൂദരെ വധിക്കാൻ ഉദ്യമിച്ചതുകൊണ്ട് അവർ അവനെ കഴിവിലേറ്റി. യഹൂദരുടെ കാര്യത്തിൽ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ രാജാവിൻ്റെ നാമത്തിൽ എഴുതുകയും രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്ര വയ്ക്കുകയും ചെയ്യുക. രാജനാമത്തിൽ എഴുതപ്പെട്ട് രാജമോതിരത്താൽ മുദ്ര വയ്ക്കപ്പെടുന്ന വിളംബരം ആർക്കും ദുർബലമാക്കാനാവുകയില്ല. സത്യത്തിൽ എസ്തേർ രാജ്ഞിയുടെ യാചന അക്ഷരാർത്ഥത്തിൽ രാജാവ് സ്വീകരിക്കുന്നില്ല. രാജാവ് വ്യക്തമായി പറയുന്നു, പേർഷ്യക്കാരുടെ രീതി അനുസരിച്ച് രാജനാമത്തിൽ എഴുതപ്പെട്ട് രാജമോതിരത്താൽ മുദ്ര വയ്ക്കപ്പെടുന്ന വിളംബരം ആർക്കും ദുർബലമാക്കാനാവുകയില്ല, രാജാവിന് പോലും ദുർബലമാക്കാനാവുകയില്ല. അതുകൊണ്ട് ഈ രാജശാസനത്തെ പിൻവലിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. പേർഷ്യക്കാരുടെ രാജശാസനങ്ങൾ പിൻവലിക്കാനാവാത്തവയാണ്. പക്ഷെ പിന്നെ എന്താണ് ചെയ്യാൻ സാധിക്കുക? അതാണ് ഇതിൻ്റെ 2-ാം ഭാഗം. പക്ഷെ രാജാവ് പറയുന്നു, നിങ്ങൾക്കിപ്പോഴിതാ മൊർദെഖായിയുടെ കയ്യിൽ രാജാവിൻ്റെ രാജകീയ മോതിരം കൊടുത്തിട്ടുണ്ട്. രാജാവ് ഇപ്പോൾ യഹൂദരോട് വളരെ കരുണയുള്ളവനാണ്. യഹൂദരുടെ ശത്രുവായ ഹാമാനെ ഇതാ കഴിവിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് രാജശാസനത്തിന് പകരം, അതായത് ഹാമാൻ എഴുതിയ രാജശാസനത്തിന് പകരം യഹൂദർക്ക് അനുകൂലമായ മറ്റൊരു രാജശാസനം എഴുതി അത് രാജമോതിരം കൊണ്ട് മുദ്ര വെച്ച് സാമ്രാജ്യം മുഴുവനും അറിയിക്കുക എന്ന ഒരു സാധ്യത മാത്രമാണ് മുമ്പിലുള്ളത്. അത് ചെയ്യാനുള്ള അനുമതിയും രാജാവ് കൊടുക്കുന്നു. സത്യത്തിൽ രാജ്ഞിയുടെ യാചന സ്വീകരിക്കപ്പെടുകയാണ്. പക്ഷേ രാജശാസനം പിൻവലിച്ചുകൊണ്ടല്ല എന്ന് മാത്രം, പകരം പുതിയൊരു രാജശാസനം എഴുതപ്പെടണം എന്നുള്ളതാണ്. 8-ാം അധ്യായത്തിൻ്റെ 9-10 തിരുവചനങ്ങളിൽ രാജാവ് പറഞ്ഞതുപോലെ ഒരു പുതിയ രാജശാസനം തയ്യാറാക്കുന്നത് സംബന്ധിച്ച വിവരങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 8-ാം അധ്യായത്തിൻ്റെ 9-10 തിരുവചനങ്ങൾ. അക്കാലത്ത് 3-ാം മാസം സീവാൻ മാസം 23-ാം ദിവസം രാജാവിൻ്റെ എഴുത്തുകാരെ വിളിച്ചു വരുത്തി, ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും ദേശാധിപതികൾക്കും പ്രഭുക്കന്മാർക്കും യഹൂദരെ സംബന്ധിച്ച് മൊർദെഖായി കൽപ്പിച്ചതൊക്കെയും അനുസരിച്ച് ഒരു കൽപ്പന എഴുതി അയച്ചു. ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിൻ്റെ ഭാഷയിലുമാണ് ഇത് എഴുതിയത്. ഇത് അഹസ്വേരോസ് രാജാവിൻ്റെ നാമത്തിൽ എഴുതി മുദ്ര വെച്ചു. രാജാവിൻ്റെ ലായത്തിൽ വളർന്നവയും രാജകീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നവയും വേഗമേറിയവയുമായിരുന്ന കുതിരകളുടെ പുറത്ത് കയറി ദൂതന്മാർ കത്തുകൾ കൊണ്ടുപോയി. പുതിയ രാജശാസനത്തിൻ്റെ തയ്യാറെടുപ്പാണ് ഇത്. സത്യത്തിൽ എസ്തേർ എന്ന ഈ പുസ്തകത്തിലെ 3-ാമത്തെ രാജശാസനമാണ്. ആദ്യത്തെ രാജശാസനം വഷ്തി രാജ്ഞിയെ സ്ഥാനഭ്രഷ്ടയാക്കിക്കൊണ്ടുള്ള ഒന്നായിരുന്നു. 2-ാമത്തേത് ഹാമാൻ യഹൂദരുടെ കൂട്ടക്കൊലയ്ക്ക് ഉന്നമിട്ട് രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ച് ഉണ്ടാക്കിയ ഒന്നായിരുന്നു. 3-ാമത്തേത് മൊർദെഖായി രാജാവിൻ്റെ പേരിൽ രാജനാമത്തിൽ രാജകീയ മുദ്രയോടുകൂടെ യഹൂദർക്ക് അനുകൂലമായി ഉണ്ടാക്കുന്ന രാജശാസനമാണ്. യഹൂദർക്ക് തങ്ങളുടെ ശത്രുക്കളെ ചെറുത്ത് നിൽക്കാൻ അനുവാദം നൽകുന്ന പുതിയ കൽപ്പന. ഇത് നാടെങ്ങും എത്രയും പെട്ടെന്ന് പ്രചരിപ്പിക്കണം, നാട് മുഴുവൻ എത്രയും പെട്ടെന്ന് എത്തിക്കണം. അല്ലെങ്കിൽ പഴയ രാജശാസനയുടെ ഭാഗമായി യഹൂദർ കൊല്ലപ്പെട്ടേക്കാം, അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടേക്കാം.
അതിനുവേണ്ടി രാജാവിൻ്റെ വേഗമേറിയ കുതിരകളും രാജാവിൻ്റെ ദൂതന്മാരും ഒക്കെ നിയോഗിക്കപ്പെടുകയാണ്. 127 പ്രവിശ്യകൾ ഉള്ള മഹത്തായ ആ രാജ്യം, പേർഷ്യൻ രാജ്യം, ആ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ എല്ലാ പ്രവിശ്യകളിലേക്കും പുതിയ രാജകൽപ്പന, പുതിയ രാജശാസനം കൊടുത്തുവിടപ്പെടുന്നു. ഓരോ സ്ഥലങ്ങളിലുമുള്ള ആളുകൾക്ക് അത് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി അവരവരുടെ ലിപിയിൽ, അവരവരുടെ ഭാഷയിൽ ഇത് എഴുതപ്പെടുന്നു. അങ്ങനെ മൊർദെഖായി ആഗ്രഹിച്ചതനുസരിച്ച്, മൊർദെഖായി പറഞ്ഞു കൊടുത്ത വാക്കുകളനുസരിച്ച് യഹൂദർക്ക് അനുകൂലമായ ഒരു രാജശാസനം തയ്യാറാക്കപ്പെടുന്നു, മുദ്ര വയ്ക്കപ്പെടുന്നു. അത് നൽകപ്പെടുകയും സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ കൽപ്പനയെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം.